ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലെ സ്നേഹാഗ്നി ജ്വാലയെക്കുറിച്ച് എലിസബത്ത് സാൻഡോയ്ക്ക് കിട്ടിയ വെളിപ്പാടുകളുടെ 13ാമത്തെ ഭാഗമാണ് നമ്മൾ വായിച്ചു കേൾക്കാൻ പോകുന്നത്. ഇത് ഏറ്റവും ലളിതമായിട്ടുള്ളൊരു സന്ദേശമായതുകൊണ്ട് നമുക്കും പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ഒരു സന്ദേശമാണ്. അതുപോലെ നമ്മുടെ പല തെറ്റിദ്ധാരണകളും ഈ സന്ദേശത്തിലൂടെ തീർന്നു കിട്ടാനും സാധ്യതയുണ്ട്. വിശുദ്ധ ബലിക്കായിട്ട് എലിസബത്ത് സാൻഡോ പോകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സ്നേഹാഗ്നിജ്വാലയെക്കുറിച്ച് ചിന്തിച്ചാണ് പോകുന്നത്. അപ്പോൾ അമ്മ പറഞ്ഞു, ശാന്തമാവുക മകളെ, നമുക്കൊരുമിച്ച് പോകാം. ഞാൻ നിന്നോടൊപ്പം പരിശ്രമിച്ചു, ഇപ്പോൾ നമുക്കൊരുമിച്ച് വിശ്രമിക്കാം. എപ്പോൾ പോകുമ്പോഴും ഏത് സഹനങ്ങൾ എടുക്കുമ്പോഴും പരിശുദ്ധ അമ്മയെ കൂട്ടുവിളിക്കണം എന്നാണ് ഇതിലൂടെ നമ്മെ മനസ്സിലാക്കി തരുന്നത്. അതുപോലെ ഈശോ പറയുന്നുണ്ട് ആരാധനയുടെ സമയത്ത്, മോളെ, നീ വലിയ സഹനങ്ങൾക്കൊരുങ്ങുക, ഞാൻ നിന്നെ തനിച്ച് വിടുകയില്ല, വേണ്ടി വന്നാൽ ഞാൻ അത്ഭുതങ്ങൾ തന്നെ ചെയ്യും. നിൻ്റെ സഹനങ്ങൾ കഠിനമായിരിക്കും. ഞാൻ ശിശുവായിരുന്നപ്പോൾ എന്നെ വധിക്കാൻ ഹെരോദോസ് അന്വേഷിച്ചതിന് സമമായ പീഡനങ്ങൾ നിനക്കെതിരെ ഉണ്ടാകും. ഞാനും എൻ്റെ അമ്മയും സ്വർഗീയ പിതാവിന് ഞങ്ങളെ തന്നെ ഭരമേൽപ്പിച്ചതുപോലെ നീയും പരിപൂർണമായി നിന്നെ സമർപ്പിക്കുക. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ഈ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ 4 കാര്യങ്ങൾ ഞാൻ എടുത്തു പറഞ്ഞത്. 1, നിന്നെപ്പറ്റി മോശമായത് പറയുന്നവരെ സ്നേഹിക്കുക, അങ്ങനെ വിനയമുള്ള ആത്മാവ് ആയിരിക്കുക. 2ാമത്തെ കാര്യങ്ങൾ പറഞ്ഞു, സഹനങ്ങളൊന്നും വൃഥാവിലാവില്ല എന്ന്. അതുപോലെ അതിമോഹം ഉളവാകുന്നവളാകരുത്, ചെറിയവളാകണം എന്നാണ് പറയുന്നത്. 2ാമത്തെ കാര്യം, വലിയ വലിയ കാര്യങ്ങൾ നിന്നെ വിശുദ്ധയാക്കുമെന്ന് വിചാരിക്കേണ്ട, അത് അവിടെ തന്നെ മഹത്വം കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് നീ ചെറിയ കാര്യങ്ങൾ ചെയ്ത് വിശുദ്ധി നേട്. 3ാമത്തെ കാര്യം, പരിശുദ്ധ അമ്മ പറഞ്ഞു, ദിവ്യകാരുണ്യ ആരാധനയോ ഒരു വിസീത്ത കഴിക്കുകയോ ചെയ്താൽ സാത്താൻ്റെ ശക്തി നശിക്കും. ആ ഇടവകയിലെ സർവ്വ ആത്മാക്കളുടെയും മേലുള്ള അവൻ്റെ പിടി അയയുകയും ചെയ്യുമെന്ന്. അതായത് അമ്മയുടെ സ്നേഹാഗ്നി ജ്വാലയെ ഓർത്തുകൊണ്ട്. വിസീത്ത എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ ആരാധിച്ചൊരു സ്വർഗസ്ഥനായും ഒരു നന്മ നിറഞ്ഞ മറിയുമ്പോൾ ഒരു തൃത്വസ്തുതിയും ചൊല്ലുകയാണ് പതിവ്. അതിൽ കൂടുതലുള്ള വിസീത്ത പ്രാർത്ഥനകൾ ഇന്നുണ്ടോ എന്നുള്ളത് ഇപ്പോൾ എനിക്കറിയില്ല. ഇങ്ങനെയാണ് പണ്ട് വിസീത്ത കഴിക്കാറ്. അതെല്ലാവരും ചോദിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ പറയുന്നത്. അതുപോലെ 4ാമതൊരു കാര്യം നമ്മൾ കണ്ടത്, ദൈവത്തെ മുഴുവൻ സർവ്വശക്തിയോടും സർവ്വ മനസ്സോടും, അങ്ങനെ കേട്ടിട്ടില്ലേ, പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും സർവ്വശക്തിയോടും കൂടെ പിതാവിനെ ആരാധിക്കണമെന്നതാണ് 4ാമത്തെ കാര്യം. നിങ്ങൾ ഈ പുസ്തകം വായിച്ചു പോകുമ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഒരു പുസ്തകം എടുത്ത് നോട്ട് ചെയ്യുന്നത് നല്ലതാണ്. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളൊരു പുസ്തകം വാങ്ങി അതിലെഴുതുന്നുണ്ട്. നമ്മൾ പങ്കുവയ്ക്കുന്ന ഓരോ പങ്കുവയ്ക്കലുകളിലും ചെറിയ ചെറിയ സുഹൃജപങ്ങളോ ചെറിയ ചെറിയ പ്രാർത്ഥനകളോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ നോട്ട് ചെയ്യുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഈ പുസ്തകം എല്ലാ പുസ്തകങ്ങളും എടുത്ത് നോക്കണ്ടേ. പലരും എന്നോട് ചോദിച്ചു, ഇതൊക്കെ കൂടിയൊരു പുസ്തകം ഉണ്ടോയെന്ന്. അങ്ങനെ ഒരു പുസ്തകമില്ല. പല പുസ്തകങ്ങളിൽ നിന്നും പല വ്യക്തികൾക്കും കൊടുത്ത വെളിപാടുകളൊക്കെ വായിക്കുമ്പോൾ വായിക്കുമ്പോൾ അറിയുന്ന കാര്യങ്ങളാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. ഇത് ഡയറിയിൽ എഴുതി വെച്ചാൽ ഒരുപാട് അനുഗ്രഹമാണ് കേട്ടോ. ഞാൻ അങ്ങനെ കുഞ്ഞാത്മാക്കളുടെ പുസ്തകത്തിലും അതുപോലെ വിശുദ്ധ ഫൗസ്റ്റീനാമ്മയുടെ പുസ്തകത്തിലും നമുക്ക് ടച്ച് ചെയ്യുന്ന കാര്യങ്ങൾ എഴുതി വയ്ക്കും. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യും. വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ നമ്മളെ കൊണ്ടാവില്ല. അതുകൊണ്ട് കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അത് വലിയ ഫലം കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ഇത് എഴുതി വെച്ചാൽ നല്ലതാണ്. ഇപ്പോൾ പറഞ്ഞു, പരിശുദ്ധ അമ്മ ഈശോയും പറഞ്ഞു, ഞങ്ങൾക്കുണ്ടായ സഹനങ്ങൾ നിനക്കുണ്ടാകും. അപ്പോൾ നീ എന്ത് ചെയ്യണം?
ഞാനും എൻ്റെ അമ്മയും സ്വർഗപിതാവിന് ഞങ്ങളെ തന്നെ ബലമേൽപ്പിച്ചതുപോലെ നീയും പരിപൂർണമായി നിന്നെ സമർപ്പിക്കുക. പരിപൂർണമായിട്ട് പിതാവിനെ സമർപ്പിക്കുക എന്നതാണ് നമ്മുടെ ഈ പങ്കുവയ്ക്കലിൽ 5ാമത്തെ കാര്യമായിട്ട് നമുക്ക് മനസ്സിലാകുന്നത്. പരിപൂർണമായിട്ട് സമർപ്പിച്ചാൽ പിന്നെ അവർ നോക്കിക്കൊള്ളും കാര്യങ്ങളൊക്കെ. അതുപോലെ എലിസബത്ത് സാൻഡായോട് പറഞ്ഞൊരു കാര്യമാണ് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും പ്രായശ്ചിത്ത ദിവസങ്ങളാണെന്ന്. അങ്ങനെ ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും പ്രായശ്ചിത്ത ദിവസങ്ങളായിട്ട് കണക്കാക്കണം എന്ന്. അതുപോലെ ചില കാര്യങ്ങൾക്ക് നമ്മൾ വല്ലാണ്ട് കഷ്ടപ്പെടും. ഈ സ്നേഹാഗ്നി ജ്വാലയെ പ്രചരിപ്പിക്കാനായിട്ട് ഓരോ പുരോഹിതന്മാരോടും പറയുമ്പോൾ അവർ കളിയാക്കും, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതൊക്കെ വലിയൊരു പീഡനമായിരുന്നു. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ അമ്മ മാതാവ് പറഞ്ഞു, മോളെ നീ എന്തിനാ ഇന്നലെ ഇത്രയേറെ കഷ്ടപ്പെട്ടത്? നീ സ്വയമായിട്ടൊന്നും ചെയ്യണ്ട, നിൻ്റെ പങ്ക് ചെയ്ത് നീ മിണ്ടാതിരിക്കുക. എൻ്റെ മകൻ്റെ വാക്കുകൾ ഓർക്ക്, സഹിക്കുക. നിൻ്റെ സഹനങ്ങൾ വെറുതെ ആവില്ല. ഇനി എൻ്റെ സ്നേഹാഗ്നി ജ്വാലയെക്കുറിച്ച് ആരെല്ലാം മനസ്സിലാക്കണ്ട എന്നതൊന്നും നിൻ്റെ പരിധിയിൽപ്പെടുന്ന കാര്യങ്ങളല്ല. നീയെ ഒറ്റയ്ക്ക് ഇതൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കും വേണ്ട. നിന്നെക്കൊണ്ട് ഒന്നിനും കഴിവില്ല. നീയല്ല ഇത് ചെയ്യുന്നത്, ഞങ്ങളാണത് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പുരോഹിതന്മാർ, കുമ്പസാരക്കാരച്ഛൻ ഒക്കെ കളിയാക്കുമ്പോൾ നീ എന്തിനാ വിഷമിക്കുന്നത്? അതൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ട് തന്നെയാണ് അവർ ചെയ്യുന്നത്. എന്തിനാണെന്നറിയോ? നീ ഞങ്ങളുടെ കയ്യിലെ ഒരു ഉപകരണം മാത്രമാണ്. നീ വലിയവളാണെന്ന് നീ വിചാരിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഞങ്ങൾ വിചാരിക്കുന്ന സമയത്ത് എല്ലാം ശരിയാക്കിക്കൊള്ളും. അതല്ലാതെ നീ വെറുതെ കിടന്ന് ഇങ്ങനെ സഹിക്കൊന്നും വേണ്ട. വെറുതെ സ്വയം ഓരോന്ന് ചെയ്ത് എന്താ ഇത് ശരിയാവാത്ത അങ്ങനെ നീ വിചാരിക്കുകയേ വേണ്ട എന്ന്. പ്രിയ കൂട്ടുകാരെ, ഇത് നമുക്ക് വലിയൊരു പാഠമാണ്. നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അത് ശരിയാകാതാകുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും. അപ്പോൾ ഒന്നോർത്താൽ മതി, നമ്മളല്ല ഒന്നും ചെയ്യുന്നത്, എല്ലാം സ്വർഗമാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതും സ്വർഗം അനുവദിച്ചിട്ടല്ലേ, നമ്മൾ എളിമപ്പെടാനല്ലേ. അതുകൊണ്ട് ഇതൊരു വലിയ ചിന്തയാണ് കേട്ടോ. ഈ വെളിപാടുകളൊക്കെ പങ്കുവയ്ക്കുമ്പോൾ ഇങ്ങനെയുള്ള ചിന്തകളാണ് നമുക്ക് മുതൽക്കൂട്ടായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഡയറിയിൽ 7ാമത്തെ കാര്യമായിട്ട് ഇതാണ് എഴുതി വച്ചിരിക്കുന്നത്. 5ാമത്തെ കാര്യം സ്വർഗപിതാവിന് നമ്മളെ തന്നെ ബലമേൽപ്പിക്കുക പൂർണ്ണമായിട്ട്. 6ാമത് പറഞ്ഞതൊരു ചെറിയ നോട്ട്, വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും പ്രായശ്ചിത്ത ദിവസങ്ങളാക്കണമെന്ന്. 7ാമത്തെ കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മളൊന്നും സ്വയം ചെയ്യണ്ട. അയ്യോ ഇത് ഇങ്ങനെയല്ലേ ആയുള്ളൂ, മനുഷ്യർക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ, ലോകം എന്താ ഇങ്ങനെ പോകുന്നത്, എല്ലാവരും ഒന്ന് ഇത് മനസ്സിലാക്കിയെങ്കിൽ, അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് ഫലം കൊയ്യുന്നത് കർത്താവാണ് കൊയ്യേണ്ടത്. നിൻ്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക, നിൻ്റെ പദ്ധതികൾ ഫലമണിയുമെന്നല്ലേ വചനം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിലേക്ക് നോട്ട് ചെയ്ത് വയ്ക്കാം. എലിസബത്ത് സാൻഡോ പൂന്തോട്ടത്തിൻ്റെ താഴെ ഒരു പുതിയ അറയുണ്ടാക്കി. എന്നിട്ട് അതിൽ കിടന്ന് ഉറങ്ങാൻ നോക്കി. പക്ഷെ ഉറങ്ങാൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ശരീരത്തിൽ ഒരൊറ്റ അടി കിട്ടി. അതിന് പിന്നാലെ ഒരെണ്ണം കൂടി കിട്ടി. അങ്ങനെ 4 എണ്ണം കിട്ടി. 4 അടികൾ ഏറ്റു. അവസാനം ക്ഷീണിച്ച് ഉറങ്ങിപ്പോയി. അങ്ങനെ ഉറങ്ങിപ്പോയപ്പോൾ പ്രഭാതത്തിന് മണിയടിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഭയങ്കര വിഷമമായി. എന്നിട്ട് പറഞ്ഞു, പരിശുദ്ധ അമ്മ വന്നപ്പോൾ പിശാച് എന്നെ അടിച്ചു എന്ന് പറഞ്ഞു. അപ്പം അമ്മ പറയുകയാണ്, മോളെ ഞാനും എൻ്റെ പുത്രനെ അത് കാണുന്നുണ്ടായിരുന്നു. നിന്നെ അടിക്കാൻ ഞങ്ങളാണ് അവനെ അനുവദിച്ചത്. പക്ഷേ പെട്ടെന്ന് തന്നെ ഞങ്ങൾ അവനോട് പറഞ്ഞു മതി എന്ന്. നീ അറിഞ്ഞില്ലേ 4 അടിയല്ലേ കിട്ടിയുള്ളൂ എന്ന്. പിന്നീട് അമ്മ ഒരിക്കലും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടില്ലെന്ന്. പ്രിയ കൂട്ടുകാരെ, ഒരു വലിയ ബോധ്യമാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. നമുക്ക് കിട്ടുന്ന സഹനങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കുമ്പോൾ സ്വർഗം അറിയാതിരിക്കുന്നൊന്നുമില്ല. ജീവിത പങ്കാളികളിൽ നിന്ന് ഒറ്റപ്പെടുത്തലാകാം, ശാരീരിക ഉപദ്രവങ്ങളാകാം, മക്കളൊക്കെ ഒറ്റപ്പെടുത്തുന്ന അവസ്ഥയാകാം, സഹോദരങ്ങളൊക്കെ തള്ളിപ്പറയുന്ന അവസ്ഥയാകാം, സാമ്പത്തിക ബുദ്ധിമുട്ടാകാം, രോഗപീഠകളാകാം. എല്ലാവരും ഒറ്റപ്പെടുത്തും, ചിലർ ചതിക്കും, ചിലപ്പോൾ പാപം ചെയ്യേണ്ട അവസ്ഥയും വരും. പ്രിയ സഹോദരങ്ങളെ, സ്വർഗമെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്.
പിശാച് പല തന്ത്രങ്ങളിലും പെടുത്തിയിട്ട് ചിലപ്പോൾ പിഴവ് പറ്റിയിട്ടുണ്ടാകാം. പക്ഷേ എളിമയോടുകൂടി എഴുന്നേൽക്കണം. അല്ലാതെ പിശാച് ഞങ്ങൾ പറ്റിച്ചതാ എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും പാപത്തിൽ പെടാനല്ല. അമ്മ പറയുകയാണ്, ഞാനും എൻ്റെ പുത്രനത് കാണുന്നുണ്ട്. നിന്നെ അവൻ ഉപദ്രവിച്ചപ്പോൾ ഞങ്ങൾ കാണുന്നുണ്ട്. ഞങ്ങൾക്കൊരു പരിധിയുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവനെ വിലക്കും. നമുക്ക് ഇത് ഒരു വലിയ ചിന്തയാണ് കേട്ടോ. പിന്നീട് ഒരു ദിവസം ദേവാലയത്തിൻ്റെ കാർപ്പറ്റ്, സക്രാരിയുടെ മുന്നിലെ കാർപ്പറ്റ് നന്നാക്കുകയായിരുന്നു. അപ്പോൾ ഭയങ്കര അധ്വാനവും തണുപ്പും കൊണ്ട് വിരലുകളൊക്കെ മരവിച്ചു. അങ്ങനെ വിചാരിച്ചു ഇനിയിപ്പോൾ ചൂട് കിട്ടാൻ വീട്ടിലേക്ക് പോകാമെന്ന്. പെട്ടെന്ന് ഈശോയുടെ സംസാരം കേട്ടു. നീ കുറച്ച് നേരം കൂടി എൻ്റെ അടുത്തിരിക്കേ. ഇവിടെ ആരും എന്നോട് സംസാരിക്കാനില്ല. സക്രാരിയുടെ മുമ്പിൽ ആരും സംസാരിക്കാനില്ലെന്ന്. പ്രിയ സഹോദരങ്ങളെ, ഒന്ന് ഓർത്ത് നോക്കിയേ. നമ്മുടെ ഇടവക പള്ളിയിലെ സക്രാരിക്കുള്ളിൽ ഈശോ ഇങ്ങനെ ഇരിക്കുകയാണ്, കെട്ടപ്പെട്ട പോലെ. ആരും വന്ന് സംസാരിക്കാനില്ലാതെ. പള്ളികൾ കാണുമ്പോൾ ഒന്ന് കയറിയിട്ട് ഒരു വിസിത്ത് കഴിക്കാൻ നമുക്ക് തോന്നാറുണ്ടോ? ചില പള്ളികളിലൊക്കെ സക്രാരിയിൽ ഈശോ ഇങ്ങനെ ഇരിക്കുക, ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട്. ഇത് നമുക്ക് വലിയൊരു ചിന്തയാണ് കേട്ടോ. അടുത്ത ദിവസം ഒരു ദിവസത്തിൽ പരിശുദ്ധ അമ്മയുടെ ദേവാലയത്തിൽ ദിവ്യകാരുണ്യത്തിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എലിസബത്ത് ഇങ്ങനെയാണ് ആരാധന തുടങ്ങിയത്: സ്നേഹാർഹനായ എൻ്റെ ഈശോയേ എന്ന്. ആ സമയം പെട്ടെന്ന് ഈശോ പറയാണ്, വീണ്ടും വീണ്ടും നീ ഇത് പറയുക, വീണ്ടും വീണ്ടും നീ ഇത് പറയുക എന്ന്. എന്നിട്ട് പറയാണ്, ഞാൻ എന്തുമാത്രം സന്തോഷിക്കുന്നു നീ ഇങ്ങനെ സ്നേഹാർഹനായ ഈശോയെ എന്ന്. അതായത് സ്നേഹമർഹിക്കുന്ന ഈശോ. ഈശോയ്ക്ക് ഇപ്പോൾ കിട്ടാത്തതും സ്നേഹമാണ്. സകലയിടത്തും കപടതയല്ലേ. ഈശോനെ പോലും വിട്ട് കാശാക്കുകയല്ലേ. അവരവരുടെ സ്വത്തും സമ്പത്തും അവരവരുടെ സെറ്റപ്പൊക്കെ റെഡിയാക്കി ഈശോനെ വിറ്റിട്ടുള്ള പൈസയാണ്. ഈശോ പറയുകയാണ്, എല്ലാവരും എൻ്റെ അടുത്തേക്ക് വരുന്നത് നിയോഗങ്ങൾ നടക്കാനാ. എല്ലാം കറക്റ്റ് ചെയ്യുന്നത് നിയോഗം നടക്കാനാ. അല്ലാതെ എന്നോടുള്ള സ്നേഹം കൊണ്ട് അധികം ആരും എൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല. സ്നേഹം കൊണ്ട് വന്നാലും ഉടനടി അടുത്ത ആവശ്യം പറയും. അതുകൊണ്ട് പറയുകയാണ്, നീ എൻ്റെ അടുത്ത് വന്നിട്ട് സ്നേഹാർഹനായ ഈശോയെ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതിൻ്റെ പിന്നാലെ നിയോഗം വെക്കരുത് കേട്ടോ. എല്ലാം കർത്താവിനറിയാം. ആദ്യം എൻ്റെ രാജ്യവും നീതി അന്വേഷിച്ചാൽ മതി, മറ്റെല്ലാം കർത്താവ് ചേർത്ത് തരും. അപ്പോൾ ഞാൻ 8ാമത്തെ കാര്യമായിട്ട് ഇതാണ് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. സ്നേഹാർഹനായ ഈശോയെ എന്ന് പറയുന്നത് വലിയ ഇഷ്ടമാണ് ഈശോയ്ക്ക്. പറയുകയാണ്, നിൻ്റെ പാപങ്ങൾ ഓർത്ത് മനസ്തപിച്ചുകൊണ്ട് നിനക്ക് വേറെ പ്രാർത്ഥനയൊന്നും ചെല്ലാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി: സ്നേഹാർഹനായ ഈശോയെ നന്ദി. സ്നേഹാർഹനായ ഈശോയെ എന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമാണെന്നാണ് പറയുന്നത്. അതുപോലെ ജോലിഭാരം കൊണ്ട് എലിസബത്ത് ജോലി ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഏകദേശം 4 മണിയായപ്പോൾ ഈശോ പറയാണ്, ഇന്ന് രാവിലെ മുതൽ നീ എന്നോടൊരു വാക്ക് മിണ്ടിയിട്ടില്ല കേട്ടോ. നീ ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല. ഒരിക്കൽ പറയാണ്, നിനക്കറിയോ ഈ ഇടവകയിൽ ഒറ്റ വ്യക്തി പോലെ എന്നോട് ഈ നിമിഷം സംസാരിക്കുന്നില്ല കേട്ടോ എന്ന്. ഞാൻ ധനികനാണെങ്കിലും സ്നേഹം യാചിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്ത് പിന്നാലെ വരെയാണ് എന്നെ സ്നേഹിക്കാൻ പറഞ്ഞിട്ട്. പക്ഷെ നിങ്ങൾക്ക് നേരമില്ല എന്നെ സ്നേഹിക്കാൻ. അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി നീ എന്നെ ആരാധിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി നീ എന്നെ ആശ്വസിപ്പിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി നീ എന്നെ സ്നേഹിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി നീ അനുതപിക്കുക. ഇത് ഞാൻ 9ാമത്തെ കാര്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം ഈശോയോട് സ്നേഹമാണ് എന്ന് പറയാൻ ആരുമില്ല. എല്ലാവർക്കും തിരക്കാണ്. അതുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി ഈശോയെ സ്നേഹിച്ച് ആശ്വസിപ്പിച്ച് അവർക്ക് വേണ്ടി നമ്മൾ മാപ്പ് പറയണം. അതാണ് ഈശോ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധ അമ്മ പറഞ്ഞു, മോളെ, നിൻ്റെ 6 മക്കളിൽ ആരെങ്കിലും വിഷമിച്ചാൽ, ആരെങ്കിലും നശിച്ചു പോണത് കണ്ടാൽ നിനക്ക് ഭയങ്കര വിഷമമല്ലേ? നിനക്കറിയോ ഞാൻ എന്തുമാത്രം ദുഃഖിക്കുന്നു. എൻ്റെ എത്രയോ മക്കൾ നരകത്തിൽ പോകാനായിട്ട് റെഡിയായി നിൽക്കുന്നത് ഞാൻ കാണുന്നു. അതുകൊണ്ട് നീ അവർക്കൊക്കെ വേണ്ടി സഹിച്ച് പ്രാർത്ഥിച്ച് മാപ്പ് പറഞ്ഞ് പരിഹാരം ചെയ്യില്ലേ? അതാണ്
നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്നേഹാഗ്നിജ്വാല, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ സ്നേഹാഗ്നിജ്വാലയെക്കുറിച്ച് നമ്മളെക്കൊണ്ട് കഴിയുന്നവർക്കെല്ലാം ഇത് എത്തിച്ചു കൊടുക്കണം. അമ്മയുടെ ഹൃദയത്തിൽ ഒരു സ്നേഹാഗ്നിജ്വാലയുണ്ട്. ആ സ്നേഹം കൊണ്ട് ജ്വലിക്കുന്ന ആ ഒരു ഹൃദയമുണ്ട്. അതാണ് ഈശോ. അത്രമാത്രം സ്നേഹമാണ് മനുഷ്യക്കുട്ടികളോട്. നശിച്ചു പോകാതിരിക്കാനേ പിന്നാലെ വന്ന് ഓരോ കാര്യങ്ങൾ പറയുകയാണ്, ഇങ്ങനെ ചെയ്യേ അങ്ങനെ ചെയ്യേ എന്നൊക്കെ. അതിൻ്റെ ലക്ഷ്യം ഒരാത്മാവ് പോലും നശിച്ചു പോകുന്നത് ഈശോയ്ക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് ഈശോ നമ്മളെ ക്ഷണിക്കുകയാണ്, മറ്റുള്ളവർക്ക് വേണ്ടി മാപ്പ് പറയും, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കുക എന്നൊക്കെ. സഹനത്തിലൂടെയാണ് ആത്മാക്കളെ നേടാനും മാനസാന്തരങ്ങൾ വരുത്താനും കഴിയുള്ളൂ. അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കാര്യമാണ്, നീ വിനയാന്വിതയായിരിക്കുക, വിനയമുള്ളവരായിരിക്കുക, എളിമ വേണം, എളിമ. പ്രിയ കൂട്ടുകാരെ, ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു വേദനിപ്പിക്കുന്ന അനുഭവം കേട്ടു. ഒരു വയസ്സായ അമ്മയെ എടി പോടി എന്നൊക്കെ വിളിക്കുന്ന ഒരു ശ്രേഷ്ഠനായ മകൻ ദൈവത്തിലേക്ക് എന്തുമാത്രം ആളുകളെ നമ്മൾ കൊണ്ടുപോകുമ്പോഴും എൻ്റെ മുമ്പിൽ നിൽക്കുന്നൊരു വൃദ്ധയായ സ്ത്രീയെ ഒരമ്മ ചേർത്ത് വിളിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോലും സാധാരണ രീതിയിൽ പേരെങ്കിലും വിളിച്ച് കാര്യങ്ങൾ പറയാതെ എടി പോടി എന്നൊക്കെ വിളിക്കുമ്പോൾ ഈശോ എന്തുമാത്രം വേദന അനുഭവിക്കും. ഈശോ പറയാണ്, വിനയം വേണം. പഠിപ്പ് കൂടുമ്പോൾ, വലിയ സ്ഥാനം കൂടുമ്പോൾ എളിമ കൈമോശം വന്ന് പോകും. സാത്താൻ ആ ഹൃദയത്തെ ഭരിക്കാൻ തുടങ്ങും. ഒരിക്കൽ ജാഗരണ പ്രാർത്ഥനയിൽ കർത്താവ് ചൂഴ്ന്നിറങ്ങുന്നൊരു നോട്ടം നോക്കി എന്നാണ് പറയുന്നത്. ആ നോട്ടം കൊണ്ട് എലിസബത്തിന് കാര്യങ്ങളൊക്കെ മനസ്സിലായി. കണ്ണുകൾ ഇറുക്കി അടച്ചു എന്ന്. ആ നോട്ടത്തിൽ മറഞ്ഞിരുന്ന പാപങ്ങളൊക്കെ കണ്ടെത്തി. മാരക പാപങ്ങൾ എന്ന് വിലപിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഈശോയുടെ ഒപ്പം നടക്കുമ്പോൾ ഈശോ പറയാണ്, എന്നോടൊപ്പം നടക്കുന്നവർ എന്നോടൊപ്പം ആത്മാക്കളെ ശേഖരിക്കുന്നവർ, അവർ എൻ്റെ ആഴ്ന്നിറങ്ങുന്ന കണ്ണുകളോട് ചേർന്ന് കാണണം. പശ്ചാത്തപിക്കുക. എൻ്റെ നോട്ടം സഹിക്കാൻ പറ്റാതെ ഓടി അകലുന്നവരോട് പറയുക, അകന്നു പോകരുത്, പശ്ചാത്തപിക്കുക, മാപ്പ് പറയുക. ഈശോ ക്ഷമിക്കാൻ എപ്പോഴും സന്നദ്ധനാണ് എന്ന്. പ്രിയ കൂട്ടുകാരെ, നമുക്ക് ഇന്ന് നോട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽ വയ്ക്കാം. വിനയമുള്ളവരായിരിക്കാൻ എപ്പോഴും പ്രാർത്ഥിക്കാം. ഈ 6 കുട്ടികളുടെ അമ്മയിലൂടെ കർത്താവ് തന്ന ഈ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് അതൊന്ന് വായിച്ചു നോക്കി അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ പറ്റുമോ എന്നൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.